അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീബ്ര റോൾ കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓവൻ ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയവും വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാൻ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അത് ബ്രഷ് വെച്ച് നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ വെച്ച് ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിൽ ഓയിൽ തടവിട്ട് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിനകത്ത് 2 മുട്ടവെള്ള ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ മുന്നത്തെ കേക്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഹൈ സ്പീഡിൽ ചെയ്യാം. ഇപ്പം നമ്മുടെ മുട്ട അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് പിടിക്കുമ്പോൾ താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. അത് ഒരെണ്ണം ആദ്യം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം രണ്ടും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെക്കാം. അതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അതിനകത്തോട്ട് അരിച്ച് ചേർക്കാം. 2-3 വട്ടം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വട്ടം അരിച്ചാൽ മതി. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പാച്ചില വെച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗളിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടോ, ഇത് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ഒന്ന് വാനില ഫ്ലേവറും ആണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് മിക്സ് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആക്കുക. ഒരുപാട് ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ അത് സ്പ്രെഡ് ആയിക്കോളും. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വാനില ചേർത്ത് കൊടുക്കുക. ശേഷം ചോക്ലേറ്റ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം ഇതുപോലെ കിട്ടും. കണ്ടോ, ഇപ്പം ഞാൻ എല്ലാ മിക്സും ചേർത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ എല്ലാം ഡിസൈൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാനത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അടിയിൽ സാധാരണ തവ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാറ്. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 5-8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് എന്തായാലും വെന്ത് വരും. പിന്നെ തീനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എൻ്റെത് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം തന്നെയാണ് ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കേക്ക് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കട്ടിയില്ലാത്ത കേക്കാണ്. അപ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രൈ പാനിലാന്ന് വിചാരിച്ചിട്ട് അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ, ഇനി ഞാനിതൊരു ബട്ടർ പേപ്പറിനകത്തോട്ട് മാറ്റുവാണ്. കാരണം നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ അടിഭാഗത്താണ് നമ്മളിനി ക്രീം വെക്കാൻ പോകുന്നത്. അത് വിപ്പിംഗ് ക്രീം ഏത് വേണേലും ചേർക്കാം. ഇനി ഫ്ലേവറുള്ള ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ എൻ്റെ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. അപ്പം കുറച്ച് ക്രീം ഞാൻ അതിനകത്ത് ചേർത്തു. ഇനി ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ റോൾ ചെയ്യില്ലേ, അതുപോലെ ചെയ്താൽ മതി.
ഇനി ഇത് നമുക്ക് 1 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല പോലെ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. പിള്ളേർക്കും ഒരുപാട് ഇഷ്ടമാവും, അതുപോലെ തന്നെ വലിയവർക്കും നല്ലോണം ഇഷ്ടമാവും. നമ്മൾ മാർബിൾ കേക്ക് ചുമ്മാ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് ക്രീമും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മുടെ ഈ കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത്. നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കേക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എന്തായാലും അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരുപാട് നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.